flashback. അടുത്ത ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അത് രാവിലെ തൊട്ടിട്ട് വന്ന് വീട്ടിൽ വന്നാ പറയണേ. അതെ, നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് നമ്മുടെ വ്യക്തമായ നിങ്ങളെ കാണിത്തന്നെ ഇവിടുത്തെ യഥാർത്ഥ കോലം എന്താണ്. ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ ചിലരൊക്കെ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് സ്ക്രിപ്റ്റഡ് ആയിട്ട്, ഇതൊരു സ്ക്രിപ്റ്റഡ് കണ്ട് അവളുടെ തനി രൂപം നാളെ രാവിലെ എനിക്കുമ്പോൾ കാട്ടിത്തരാം. ഇപ്പോൾ ഈ രൂപം കണ്ടല്ലോ, നാളെ രാവിലെ ബെഡിലത്തെ രൂപം ഞാൻ കാട്ടിത്തരാം. ആട്ടാ ബൈ ഗൈസ്. End of flashback. Hello guys, good morning and welcome back to my YouTube channel. So yeah, ഇപ്പോൾ ഞാൻ ഡേ ഇൻ മൈ വ്ളോഗ് എടുക്കാൻ നോക്കുകയാണ്. എനിക്ക് ഇവിടെ കുറച്ച് ആൾക്കാർ എന്നെ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്ത് രാവിലെ തന്നെ അത് വീഡിയോ ഒക്കെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. അതാ നിൽക്കണോ എല്ലാം പേടിച്ചിട്ട് ഓടി. അപ്പോൾ സ്റ്റാർട്ടിങ് പോയിട്ട് കണ്ടിട്ട് വാ, എന്നിട്ട് ബാക്കി കാണിച്ചു തരാം. ഗൈസ്, ഇത് നമ്മുടെ ഹോസ്റ്റലാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഭിനന്ദയുടെ ഒരു ഡെയിലി വ്ളോഗിൽ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞ മതി. എവിടെയാണ് നമുക്ക് നോക്കാം. ഇവിടെയാണ് ഗൈസ് അഭിനന്ദ, രണ്ടെണ്ണമുണ്ട്. ഇവിടെ എവിടെ വരും? ഹലോ കുട്ടാ, ഇന്ന് ഡെയിലി വ്ളോഗ് എടുക്കണമെന്ന് പറഞ്ഞല്ലേ ഇവിടെ? ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങി. ഡേ ഇൻ മൈ ലൈഫ് ഗൈസിനോട് ഹലോ പറ. ഹായ് ഗൈസ്. അഭിനന്ദയുടെ യൂട്യൂബ് എന്നിട്ട് ചാനലിലേക്ക് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ തുടങ്ങല്ലോ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. എഴുന്നേറ്റോ ബാ. ഇന്ന് കുട്ടി ഫുഡൊക്കെ കഴിക്കാന്നൊക്കെ പറഞ്ഞായിരിക്കണേ. ദേ ഇവിടെ വേറൊരാളുണ്ട് കൂട്ടിന്. ആളെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ കണ്ടുവഴി. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. കമോൺ, എഴുന്നേറ്റോ. സോ ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ബ്രഷ് ചെയ്തു, ഫുഡ് കഴിക്കാൻ പോയി. ഞാൻ എല്ലാ ദിവസവും ഫുഡൊന്നും കഴിക്കാറില്ല, പക്ഷേ ഇവിടെ കുറച്ച് ആൾക്കാരുള്ളൂ, അപ്പോൾ കൗണ്ട് ഉണ്ട്, അപ്പോൾ കഴിച്ചേ പറ്റും. യാ, പിന്നെ എക്സാംസ് ഉണ്ട്. സോ ഡെയിലി വ്ളോഗ് ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട്. സോ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ മെസാൾ. ദിസ് ഈസ് വെർ വി ഈറ്റ് ഫുഡ്. പിന്നെ ഇവിടുന്ന് പ്ലേറ്റ് കഴുകണം. ഇൻമറേജോണി നല്ല കുട്ടിയായതുകൊണ്ടും എന്നോട് സ്നേഹമുള്ളതുകൊണ്ടും തുത്തുടുതാവയായതുകൊണ്ടും എനിക്ക് വേണ്ടിയൊരു പ്ലേറ്റും കൂടി എൻ്റെ കുട്ടി എടുത്തിട്ടുണ്ട്. കഷ്ടപ്പെട്ട് എൻ്റെ കുട്ടി എനിക്ക് വേണ്ടി പ്ലേറ്റ് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതും കൂടി ഞാൻ കഴിക്കാം. സോറിടാ. ഞാൻ ഈ കുട്ടീനെ ഇങ്ങനെ വേറെ പണി എടുക്കാറില്ല. എൻ്റെ കയ്യിൽ ഫോണുള്ളതുകൊണ്ടാണ് എൻ്റെ കുട്ടി ഇങ്ങനെ കഴുകിയൊക്കെ തരുന്നത്. നല്ല കുട്ടിയാണ്, നല്ല സ്നേഹമുള്ള കുട്ടിയാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ? പക്ഷെ എനിക്ക് കടൽ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഐ ആം ഈറ്റിംഗ് പുട്ട് ആൻഡ് പഞ്ചസാര, വിച്ച് ഈസ് റിയലി അൺഹെൽത്തി. ഡോണ്ട് ട്രൈ ഇറ്റ് ഔട്ട്. ഇവിടെ ഞാൻ അപ്പുറത്തിരിക്കുന്നുണ്ട്, പക്ഷെ കാണിക്കുന്നില്ല. പിന്നെ 7 മണി കഴിക്കുന്നുണ്ട്. 7 മണിക്ക് ഇത് കഴിഞ്ഞാൽ കോളേജിൽ പോകണം, ഇൻറ്റേൺഷിപ്പിന് പോകണം, ഞാൻ ഉറങ്ങാൻ പോകണം. സോ യാ, പിന്നെ കുട്ടി കോളേജൊക്കെ പോയി വരും. ഞാൻ ഇവിടെ നിന്ന് പഠിക്കുന്ന നല്ല കുട്ടിയായിട്ട്. സോ ബൈ ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ ഇപ്പോൾ ആക്ച്വലി 10:30 ആയി. ഞാൻ ഫുഡ് കഴിച്ച് വന്ന് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടതായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം പഠിച്ചു. ഇപ്പോൾ വീണ്ടും വ്ളോഗ് എടുക്കാൻ മറന്നുപോയി. സോ യാ, ഇന്ന് ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു. അത് എഡിറ്റ് ചെയ്തു. ഞാൻ ഇതേ വീഡിയോ ആയിരുന്നു അത് എഡിറ്റ് ചെയ്തിട്ട് പിന്നെ പഠിക്കായിരുന്നു. ഇപ്പോൾ 10:30 ആയി. ഇനിയും പഠിക്കാനുണ്ട്, പണിയുണ്ട്. സോ ഇതാണ് ഞങ്ങളുടെ സ്റ്റഡി മെസാൾ. ഇവിടെയാണ് ഞങ്ങൾ എല്ലാവരും ഇരുന്ന് സംസാരിക്കുന്നതും ഗ്രൂപ്പ് സ്റ്റഡീസ് നടത്തുന്നതും. പിന്നെ ഞങ്ങൾ വേറെ ആൾക്കാർ റൂമിൽ കയറാൻ പാടില്ല. സോ ഇവിടെയാണ് ഞങ്ങൾ മെയിൻലി വന്നിരിക്കാറ്, ഗോസിപ്പിങ്ങിനൊക്കെ. യാ, സോ യാ, ഞാൻ ഇറ്റ്സ് 12:30 റൈറ്റ് നൗ, വിച്ച് ഇസ് ലഞ്ച് ടൈം. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇന്നിവിടെ ചോറും ഫിഷ് ഫ്രൈയും ആണ് വിത്ത് സാമ്പാറോ പരിപ്പറിയോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. പക്ഷേ എനിക്കത് ഇഷ്ടമല്ല. മണ്ടേത്തെ സാമ്പാർ ഐ ലൈക്ക്, ഇറ്റ്സ് സോ ഗുഡ്. പക്ഷേ ഇന്നെന്ത് പരിപ്പറിയാണോ? പരിപ്പാരി ഐ ഡോണ്ട് ലൈക്ക്. അതുകൊണ്ട് ഞാൻ ഇനി പരിപ്പാരി എടുക്കില്ല.
ഫുഡ് അടിക്കാനുള്ള സമയമായിരിക്കുന്നു. വിശക്കുന്നു, വിശപ്പിൻ്റെ വിളി എന്നെ മാടി മാടി വിളിക്കുന്നു. അപ്പോൾ ഫുഡ് കഴിക്കണം. ഫുഡ് ഈസ് ബേസിക്കലി നൈസ്. ഇവിടെ എല്ലാം ഫുഡും അടിപൊളിയാണ് ഒരുവിധം. അപ്പോൾ ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും ഡിന്നർ ആണെങ്കിലും എല്ലാം നൈസ് ക്വാളിറ്റി ഉള്ള അടിപൊളി ഫുഡാണ് കിട്ടാറ്. ലൈക്ക് ഷോക്കൊന്നുമല്ല, എല്ലായിടത്തെയും പോലെ വയക്കാൻ കൊള്ളാത്ത ഒരവസ്ഥയൊന്നുമല്ല. അടിപൊളിയാണ്, ലൈക്ക് അടിപൊളിയാണെന്ന് തന്നെ പറയണം. ബിക്കോസ് അത്യാവശ്യം നൈസ്. ഞങ്ങൾക്ക് എല്ലാ ദിവസവും നോൺ വെജ് ഉണ്ടാവാറുണ്ട്. ഫ്രൈഡേ ഒഴിച്ച് എല്ലാ ദിവസവും ഞങ്ങൾക്ക് നോൺ വെജ് ഉണ്ട്. ചിക്കൻ ഉണ്ട്, മീനുണ്ട്, ബീഫ് ഉണ്ടായിരുന്നു, ബീഫ് മാറ്റിയതാണ്. അങ്ങനെ നമ്മളാണ് മെനു ഇടുന്നത്. ലൈക്ക് സ്റ്റുഡൻസാണ് മെനു സെറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കുന്നത്. അവരൊരു ദിവസത്തെ ഇത്ര മെസ് ബില്ല് പറയും, അത് ദിവസത്തിനനുസരിച്ച് മെസ് കട്ട് അടിച്ച് എടുത്താൽ മതി. സോ ഇറ്റ്സ് പ്രെറ്റി മച്ച് രീതി അടിപൊളി ആൻഡ് നൈസ്. ഇപ്പോൾ ഇവിടെ പഠിക്കുന്നവരാണെങ്കിൽ ഹോസ്റ്റലിൽ ഒരു കൊല്ലം നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അടിപൊളിയായിരിക്കും. ബിക്കോസ് ഞാനിപ്പോൾ ഹോസ്റ്റലിൽ ഇറങ്ങാൻ പോവാം. എൻ്റെ വീട്ടിൽ പോയി വരാൻ പോവാം. എനിക്ക് വീട്ടിൽ നിന്ന് പോയി വരാനുള്ള ദൂരമുള്ളൂ എന്ന് പറയാം. എന്നാലും ലൈക്ക് ഇവിടെ 2 കൊല്ലം നിന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ നിന്നതാണ്. അപ്പോൾ അതെന്തായാലും ചെയ്തിരിക്കണം. കാരണം ഒരു കോളേജാകുമ്പോൾ അവിടുത്തെ എല്ലാ അറ്റ്മോസ്ഫിയർ അറിയണം. ഹോസ്റ്റലിൽ വെക്കുമ്പോഴാണ് ഈ കോളേജിനെ പറ്റി ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുന്നത്. ഐ സ്റ്റിൽ റിമെമ്പർ ഇവിടെ അഡ്മിഷൻ എടുക്കാൻ വന്നപ്പോൾ അച്ഛൻ ടോൾഡ് മീ ദാറ്റ് ഹോസ്റ്റലിൽ നിൽക്കണവരായിരിക്കും ജ്യോതിനായിട്ട് ഏറ്റവും ഇങ്ങനെ ക്ലോസ് ആയിട്ട് നിൽക്കുക. സോ ഈ 2 കൊല്ലം ഞാൻ ഭയങ്കര ക്ലോസ് ആയിട്ട് നിന്നു. പക്ഷേ ഇനി അടുത്ത കൊല്ലം ഇറങ്ങും. എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേ വീട്ടിൽ പോയിട്ട് 2 കൊല്ലം എക്സ്പീരിയൻസ് ചെയ്യാൻ എന്താണ് ഡേ സ്കോളർ എന്ന് അറിയാമെന്ന് വെച്ചിട്ട് ഞാൻ ഡേ സ്കോളർ ആവാൻ പോവാണ്. സോ ദാറ്റ്സ് ഓൾ. ഇനി പോയി ഫുഡ് കഴിക്കാം, പഠിക്കുക. അതാണ് ഇങ്ങനത്തെ പരിപാടി. സോ ഗൈസ്, ഇതാണ് ഇവിടുത്തെ ഫുഡ് ലഞ്ച്. എൻ്റെ പ്ലേറ്റിക്ക് നോക്കണ്ട, എൻ്റെ പ്ലേറ്റിലൊന്നുമില്ല, ക്ലീൻ പ്ലേറ്റ്. ഇതാണ് ശരിക്കും ഇവിടുത്തെ ഫുഡ്. ഇതെന്തൊക്കെയാണ് പിന്നെ പറഞ്ഞുതരാം. ഹായ് ഗൈസ്, അപ്പോൾ ഫുഡ് നൈസായിരുന്നു. ഞാൻ വേറെ കറിയൊന്നും കഴിക്കാത്തതുകൊണ്ട് പിന്നെ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ എന്തോ ബീട്രൂട്ടും പയറും പിന്നെ എന്തോ മോര്, ഐ ഗസ് മോരോ സംതിങ്. ഇറ്റ്സ് നോട്ട് മോർ, കുമ്പളഞ്ഞ, ഇറ്റ്സ് യെല്ലോ സംതിങ്. എന്തൊക്കെ കറികളുണ്ട്. എല്ലാം അടിപൊളിയായിരുന്നു എന്നാണ് അവർക്ക് പറയുന്നത്. ഞാൻ എന്തൊന്നും കഴിക്കാത്തതുകൊണ്ട് ഐ ആം എ റിയലി പിക്കി ഈറ്റർ. ലൈക്ക് ഭയങ്കര പിക്കിയാണ് ഞാൻ കഴിക്കുന്ന കാര്യത്തിൽ. സോ അതുകൊണ്ട് എനിക്കറിയത്തില്ല. പക്ഷേ കഴിച്ചവരെല്ലാവരും നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കുഴപ്പമുണ്ടായില്ല. ആൻഡ് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇനി 4 മണിക്ക് ഗേറ്റിൻ്റെ ഹോസ്റ്റലിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന സമയം 4 o'clock ആണ്. 4 o'clock to 6:15 വി ക്യാൻ ഗോ ഔട്ട്. ലൈക്ക് ഇവിടെ അടുത്തെങ്ങാനും പോയി സാധനങ്ങൾ മേടിക്കാനോ അല്ലെങ്കിൽ പുറത്ത് പോകാനോ ഒക്കെ പോകാൻ പറ്റും. സോ ഞങ്ങൾ എന്തായാലും പുറത്ത് പോകാൻ. ഇവിടെ ഇന്ന് പ്രാന്തായിക്കൊണ്ടിരിക്കുകയാണ്. വെച്ചാൽ ഈ ഇത്ര നേരം പൂട്ടിയിടുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇതാവില്ലേ, അതുപോലെ ആകുന്നുണ്ട്. സോ ഞങ്ങൾ പിന്നെ എല്ലാ ദിവസവും പുറത്ത് പോകാറുണ്ട് മിക്ക ദിവസങ്ങളും. വെറുതെ ഇവിടെ എങ്കിലും പോയില്ലെങ്കിൽ ഇവിടെ ക്യാമ്പസിൽ വെറുതെ ഇറങ്ങി നടക്കാറുണ്ട്. ഇവിടെ എന്നിട്ട് എക്സോസ്റ്റഡായിട്ട് പ്രാന്താകുമ്പോൾ ഞങ്ങളിവിടെ പുറത്തിറങ്ങി നടക്കും. സോ എന്തായാലും പുറത്തിറങ്ങി നടക്കും കുറച്ച് നേരം. എന്നിട്ട് തിരിച്ച് 6:15 കയറി ഫ്രഷായി കുളിച്ച് പിന്നെ ഫുഡ് അടിച്ച് പഠിച്ച് പാക്ക് ചെയ്യണം. ആക്ച്വലി വെക്കേറ്റ് ചെയ്യണം. അപ്പോൾ പാക്ക് ചെയ്യണം, വെക്കേറ്റിട്ട് കൊടുക്കണം. പണി അത്യാവശ്യമുണ്ട്. സോ അതൊക്കെ ചെയ്യണം. സോ ഇനി ബാക്കി ഇറ്റ്സ് 1:30 ആക്ച്വലി റൈറ്റ് നൗ. ഐ ആം ഗോണ സ്റ്റഡി ടിൽ 3 or 3:30 മേ ബി. ആൻഡ് ദെൻ എടുത്ത് വെച്ച് ഡ്രസ്സ് മാറി പുറത്ത് പോകാൻ പോവാം. സോ ബൈ ഗൈസ്, അപ്പം കാണിക്കാൻ. ഓക്കെ, ബൈ. ഹൈ ഗൈസ്, അപ്പോൾ ഞാൻ 4 o'clock പഠിപ്പ് 3:30 നിർത്തി. അങ്ങനെ വെറുതെ കിടന്ന് റീൽസ് കണ്ടു. ആൻഡ് ദെൻ ചായ കുടിക്കില്ല. ഫോൺ കൊണ്ടുപോകാൻ മറന്നുപോയി. ഷൂ എടുക്കാൻ പറ്റിയില്ല. ഇനി ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ പുറത്ത് വന്നിക്കാം വെറുതെ നടക്കാൻ. വേറെ പണിയൊന്നുമില്ലല്ലോ. സോ പിന്നെ നല്ല മഴ പെയ്യുന്നുണ്ട്. ഇറ്റ്സ് റെയിനിങ് സോ ബാഡ് ഔട്ട് ഹിയർ. സോ ദാറ്റ്സ് പ്രെറ്റി മച്ച് അബൌട്ട് മൈ ആഫ്റ്റർനൂൺ. ഇനി പുറത്ത് പോയിട്ട് 6 ആകുമ്പോഴേക്കും തിരിച്ചു വരണം. വെറുതെ ക്യാമ്പസിനകത്ത് തന്നെ ഇറങ്ങി നടക്കണം. സോ ബൈ ഗൈസ്. ഹൈ ഗൈസ്, അപ്പോൾ ഞങ്ങൾ പുറത്തെത്തിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ ഇത്ര നേരമായിട്ട് വ്ളോഗ് കണ്ടിട്ടുണ്ടാവില്ല. പൊട്ടിയിട്ടിട്ട് ഇറങ്ങിയിട്ടിപ്പോൾ. അയ്യോ, ഇനി ഇതിന് നമ്മൾ രാവിലെ ഇട്ടാണ് തുടങ്ങിയതല്ലേ. ഞാനാണ് നിങ്ങളുടെ ഇൻട്രോ എടുത്തത്. ഇൻട്രോ പൊട്ടി ഏൽപ്പിച്ചത് ഞാൻ. ഈ വ്ളോഗ് ഇന്ന് എക്സിസ്റ്റ് ചെയ്യാൻ കാരണം ഇവളാണ്. ഞാൻ മറന്നുപോയി കിടന്ന് ഉറങ്ങിയായിരുന്നു. ഇവിടെ തൊട്ട് കുട്ടി പറയുന്നതാണ് ഇന്ന് എനിക്ക് ഡെയിലി വ്ളോഗ് എടുക്കണം. എൻ്റെ തോട്ട് പോലെ കിടന്ന് ഉറങ്ങായിരുന്നു അല്ലേ. അങ്ങനെ ഈ കുട്ടി സഹായിച്ചു. എൻ്റെ ഇൻ മൈ ലൈഫ് എടുത്ത് മുക്കാഭാഗം പറയും. അതെ, ഇടയിലൊന്നുമില്ലെങ്കിലും പില്ലിക്കൊന്നുമില്ലെങ്കിലും തുടക്കം ലാസ്റ്റൊക്കെ അടിപൊളിയിട്ടുണ്ടാവും. ഉറങ്ങണതും എണീക്കണതൊക്കെ അടിപൊളിയായിട്ട് കാണിക്കും. അയ്യോ, അത്ര മൊത്തം ഇത് സീനായിരിക്കും. ബൈ ഗൈസ്.
എല്ലാ ചെളിവെള്ളത്തിലും ചവിട്ടി നടക്കാണ് ഗൈസ്. കാല് നനയ്ക്കാന്ന് പറഞ്ഞ് നടന്ന് നോക്കിയേ, എല്ലാ ചെളിവെള്ളത്തിലും കയറി ചവിട്ടി. അതെന്നെ ചെരുപ്പിനകത്ത് വെള്ളം എന്താ തലി നിങ്ങൾക്ക് എന്താ ചെയ്യണ്ടേ? കല്യാണം നിങ്ങൾ എന്നെ കമന്റ് ചെയ്യും. ചെളിവെള്ളത്തിൽ കൂടെ ചവിട്ടി നടക്കണ ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? ഇങ്ങനെ മോളെ നടന്നു മോളെ എന്നൊക്കെ പറയണം. ഒറ്റടി കൊടുക്കണം. ഇപ്പോഴും അവള് വെള്ളത്തിൽ കൂടെ നടക്കണം. ഞാൻ ഈ പറഞ്ഞ പുല്ലുവല്ല. ഞാൻ റൊട്ടിക്കെത്തി ഗൈസ്. നല്ല കുട്ടിയാണ് ഗൈസ്. വേണ്ട, ഉറങ്ങിക്കിടക്കുന്ന നേരത്തെ മാത്രമായിരിക്കും പാവം. അപ്പോഴും ഇല്ല. അപ്പൊ ആ നേരത്തെ വിളിക്കാൻ ചെന്ന് ഞാൻ അവിടെ തലശ്ശേരിപ്പം കാണാം. അതെ, ഉറങ്ങിക്കിടക്കുമ്പോ എന്നെ വിളിച്ച മോനെ സീനാണ് ഗൈസ്. ഇവരൊക്കെ അറിഞ്ഞിട്ടുണ്ട് വല്ലാണ്ട്. ഫസ്റ്റ് ഇയറിൽ എൻ്റെ റൂംമേറ്റ് ആയിരുന്നു. ആ റൂമിൽ ഇതുവരെ കാണിച്ചിട്ടില്ല. കാണിച്ചു തരാം, വീഡിയോ ഉണ്ട് എൻ്റെ രീതി. ഒരു വ്ളോഗ് എഡിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്, ഡേ എക്സാം ഡേ. അത് എഡിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അത് എഡിറ്റ് ചെയ്തിട്ട് ഇടുമ്പോൾ ഞാൻ പഴയ റൂമിൽ ഞാൻ ഫ്ലാഷ് ബാക്കിൽ കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, സെക്കൻഡ് ഇയർ കഴിഞ്ഞ രണ്ടാമത്തെ റൂമിൽ നിന്നാണ് പടി ഇറങ്ങിയിട്ട് ആദ്യത്തെ റൂമിൽ ഇട്ടിട്ടില്ല. ഈ വീഡിയോ എന്ന് വരും എന്ന് നമുക്ക് കണ്ടറിയാം. നാളെ വരും, നാളെ ഷൂട്ട് ചെയ്തിട്ട് ഇന്ന് ഡേറ്റ് എത്ര? ഞാൻ 26th ജൂൺ. ഇവള് പറഞ്ഞിട്ട് അവള് 27th ജൂണിന് ഇടുന്നതാണ്. ഞാൻ വീട്ടിൽ പോയിട്ട് ഇടുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം ഗൈസ്. മക്കാൻ ചതിച്ചു. ഇന്നലെ തുറന്നിട്ടില്ല, ഇന്നും തുറന്നിട്ടില്ല. ഞങ്ങളിപ്പോ വേറെ ചായക്കടയിൽ പോവാ. ഞങ്ങളെ പാവം ചായക്കട. ഞങ്ങൾ ഇന്നും ചായക്കടയിൽ നിന്ന് കുടിക്കേണ്ട അവസ്ഥ. ഞങ്ങൾ മര്യാദയ്ക്ക് നല്ല സ്നാക്സ് തിന്നഴിച്ച് പോയപ്പോൾ എന്ത് ചെയ്യണം? ഇന്നും ചായക്കടയിലെ പരിപ്പട, ഉള്ളിവട, കട്ടവട, മുട്ട ബജി അതൊക്കെ തിന്നേണ്ട അവസ്ഥ. അതെ, വിഷമമുണ്ട്. വൈകിട്ട് ഇന്ന് ചിക്കൻ ബിരിയാണി ആയതുകൊണ്ട് ഒരു സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. അതെ. അപ്പൊ ഞങ്ങൾ ചായ, പരിപ്പട, ഉള്ളിവട ഒക്കെ കുടിച്ച് മുട്ട ബജി തിരിച്ച് ഞങ്ങൾ നടക്കുന്നു. കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മക്കാനി ഞങ്ങൾ വല്ലാണ്ട് ചതിച്ചു. അതൊന്നും മക്കാൻ ഉണ്ടായില്ല. നല്ല വിഷമമുണ്ട്. പിന്നെ ഞങ്ങൾ ഇറങ്ങണം നേരത്തെ എന്താണെന്ന് അറിയില്ല, ഭയങ്കര മഴയാണ്. അതെ, കൂടെ എല്ലാവരിലേക്കും ഉണ്ട്. പക്ഷെ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും മഴ പോയി. ഇപ്പം മഴയില്ല. സോ ഞങ്ങൾ ഇനി കോളേജിൽ പോവും, ഹോസ്റ്റലിൽ പോവും. ഹോസ്റ്റലിൽ പോവും. എന്നിട്ട് ഞങ്ങൾ കുളിക്കും, നല്ല പിള്ളേരായി കിടന്നുറങ്ങും. വൈകിട്ട് 8 മണിയാകുമ്പോൾ പോയി ബിരിയാണി അടിക്കും. അത് വീണ്ടും വരും, വീട്ടുകാരെ വിളിക്കും, നാളെ രാവിലെ എനിക്കും ഇതേ പദവി. ഇതാണ് ഞങ്ങളുടെ ടിപ്പിക്കൽ ഡേ ഇൻ മൈ ലൈഫ്. എന്നെ മാത്രമല്ല ഇവരുടെ ഒക്കെ ഉണ്ട് കേട്ടോ. അതെ, എല്ലാവരുടെ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ. ഇപ്പോൾ കോളേജ് ഉള്ള ദിവസമാണെങ്കിലും 4 മണി വരെ ഞങ്ങൾ കോളേജിൽ, കഴിഞ്ഞ 6 മണി ഇങ്ങനെ കറക്കം. അതെ, 6 മണി തൊട്ട് 8 മണി എങ്ങനെ ചെറുത്ത സമയം പോകണമെന്ന് അറിയില്ല. പെട്ടെന്ന് പോകും. അതെ, ഞങ്ങൾക്ക് പ്രേയറിന് പോകണൊരു പ്രേയറിനും പിന്നെ അറ്റൻഡൻസ് ബസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ 9 മണി. വീട്ടുകാരെ വിളിച്ചൊക്കെ ഒരു 9:30 10 മണി. ഇവിടെ 10 മണി. പിന്നെ കഴിഞ്ഞ് നമ്മളൊരു 5 മിനിറ്റ് എന്ന് പറഞ്ഞൊരു കിടപ്പുണ്ട്. 11 മണിയാകുമ്പോൾ എഴുന്നേറ്റൊക്കെ പഠിക്കാം എന്നൊക്കെ പറഞ്ഞു. ആ കിടപ്പ് മാത്രമേ ഞങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും. ആ കിടപ്പിൽ ഞങ്ങൾ ഉറങ്ങിപ്പോവും. പിന്നെ എനിക്കെന്ത് രാവിലെ 7:30 8 മണി 8:15. അതെ, 8:15 എനിക്ക് ഇട്ട് കുത്തിയതാ. അതെ, എനിക്ക് മാത്രമായിട്ട് കുത്തിയതാണ്. 8:15. എന്നിട്ട് അറിഞ്ഞു കിടക്കുന്ന ഭയങ്കര ഉള്ള പിള്ളേരാ. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ചീത്തയായി പോകുന്നില്ല. ഞങ്ങൾ നല്ല പിള്ളേരെ. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ട് എണീക്കും, കുറച്ചധികം കിടന്നുറങ്ങും. അതുകൊണ്ട് തന്നെ ആരുടെ തല്ലിടാൻ പോകുന്ന കുറച്ചധികം ഫുഡ് കഴിക്കും. ഒന്നിനും ഫുഡ്, അല്ലെങ്കിൽ ഉറക്കം, അല്ലെങ്കിൽ ഫോണിൽ. അതുകൊണ്ട് ചുറ്റും പോയി തല്ലിടാൻ ഞങ്ങൾക്ക് നേരില്ലാത്തതുകൊണ്ട് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ സൈഡിൽ തിരിച്ചു പോകുന്നുണ്ട്. ഇത് ഞങ്ങൾക്ക് ചീത്തയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതെ അതെ, മറ്റുള്ളവർ ഉപദ്രവിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. അതെ, അവരൊരു ഒതുങ്ങിക്കൂടിയ റൂമിൻ്റെ ഉള്ളിൽ ഫോൺ കുത്തി ഉറങ്ങിയിട്ട് സമയം കണ്ട് തെറ്റല്ല. അതെ, തെറ്റില്ല, തിന്നണതും തെറ്റില്ല. അതെ, പിന്നെ എനിക്ക് മാച്ചില്ലാത്തതാണ് ഞാൻ പറഞ്ഞു. ഞാൻ എപ്പോഴും ഭയങ്കര കൃത്യസ്ഥത. ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും രാവിലെ പോയി ഫുഡ് കഴിക്കും. ഇപ്പോൾ സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയറേ തൊട്ട് അങ്ങനെയാ. അതെ, ഫസ്റ്റ് ഇയറിലൂടെ ഞാൻ ചായക്കിന് കുടിച്ചിരുന്നു. ഞാനും ഉണ്ണിമുകുന്ദൻ പിന്നെ അലോക ഉണ്ടായിരുന്നു. അലോക 8 മണി വരെ അവളെ ഫുഡ് കഴിച്ചിരുന്നു കേട്ടോ. അവള് ഫുഡ് കഴിക്കും, ഞങ്ങൾ രണ്ടര ഭാഗത്തേക്ക് പോകാറില്ല. ഞങ്ങൾ ഫസ്റ്റ് വന്ന സമയത്ത് ഞാൻ എത്രക്ക് എയിം അത് തട്ടും, അബി എണീക്കുന്നു. അപ്പോഴാണ് ഞാൻ എണീക്കുന്നേ. അതെ, പല്ല് വെച്ചിട്ട് ഓട്ടം ഉണ്ട് കാലം. അതെ, പിന്നെ ബോയ്സ് ഹോസ്റ്റലിൽ ഒരു ഇടയ്ക്ക് ഫുഡ് കൊണ്ടുവന്ന സമയത്ത് ഞങ്ങൾക്ക് രാവിലെ നെയ് റോസ്റ്റ് പൂരിയൊക്കെ കിട്ടുമായിരുന്നു. അന്ന് ഞങ്ങള് ഒരു എനിക്കിലുണ്ട് 7:45 ഇവളെ ഞാൻ ദോശ അടി എന്ന് പറഞ്ഞ ഇവിടെ ഞാൻ എനിപ്പിക്കാൻ പറ്റി. എനിക്ക് ഒറ്റ അടിക്ക് ബ്രഷ് ചെയ്തിട്ട് വേഗം മെസ്സാളില് 6:30 എത്തും. അതെ,
ആ ദോശ ഒരു വെറൈറ്റി ദോശ പൂരി ആ ശരിയാ സെറ്റ് പൂരിയാണ്. അടിവല്ല ഇപ്പൊ ഗേൾസ് ഹോസ്റ്റലിൽ ദോശ ചൂടുണ്ടാവില്ല, വേറെ ബോയ്സ് ഹോസ്റ്റലിലെ ക്രിസ്പി ആയിരിക്കും. അവർ ശരിക്കും നെയ്റോസ്റ്റ് പോലത്തെ ദോശയാണ്. ഇവിടെ മറ്റേ കട്ടി കൂടിയ ചിലർ ഇങ്ങനെ പറയാനല്ല, കട്ടി കൂടിയ പ്ലെയിൻ ദോശ പോലത്തെ ആയിരിക്കും. അതായിരിക്കും മറ്റേ സാധനം പ്ലെയിൻ ദോശ അല്ലേ തട്ടിക്കുടി ദോശ പോലത്തെ, മറ്റേ ഇങ്ങനെ മുറിക്കാത്ത ദോശ കട്ടി കൂടിയത്. അതന്നെ. എന്നിട്ട് വെള്ളയപ്പത്തിന് പോലെ കുറെ കുഴിയുള്ള ടൈപ്പ് ആ ദോശ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് താല്പര്യമില്ല. ഇത്ര മൂടില്ല, എന്നാലും ബോയ്സ് ഹോസ്റ്റലിലെ ദോശ അതെ, അടുത്ത ആഴ്ച എങ്ങനെയെങ്കിലും ഈ വ്ലോഗ് ആയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ വല്ല വഴി ഉണ്ടെങ്കിൽ കൊണ്ടുവരേണ്ടതാണ്. 2 hours later. തണുത്തിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. വി ഹാവ് ബിരിയാണി അറ്റ് ഡിന്നർ ടുഡേ, ബിരിയാണി ആൻഡ് ചിക്കൻ, സാലഡ്, അച്ചാർ. വേണം ഫാൻ ഓഫ് ചെയ്യണോ? അത് ഇവിടെ നടക്കുന്നുണ്ടോ ഇതിനെ? സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. അപ്പം ഞങ്ങൾ പുട്ടടി കഴിഞ്ഞു, ബിരിയാണി കഴിച്ചു. ഞങ്ങൾ ഇവിടെ കുളിച്ചു, ഞാൻ കുളിച്ചിട്ടില്ല, എനിക്ക് കുളിക്കണം, പഠിക്കാൻ. കുട്ടി ഞാൻ കുളിച്ചു. തണുത്ത വെള്ളമാണ്. തണുത്തിട്ട് പാടില്ലായിരുന്നു കുട്ടിക്ക്. തണുത്തിട്ട് പാടില്ല, തണുത്ത വെള്ളത്തിൽ ഈ തണുക്കണമായിരുന്നു. ഞാൻ പോയി കുളിച്ചു. എൻ്റെ കുട്ടിയുടെ പുതിയ വിമാനമല്ല റോക്കറ്റ്, അത് അലോക ഇറങ്ങിയായിരുന്നു. അതെ, അപ്പം ഇങ്ങനെ നമ്മൾ പോയി, ഞാൻ പോയി കുളിക്കുന്നു, എൻ്റെ കുട്ടി ഇന്നത്തെ വർക്ക് ചെയ്യുന്നു, ഞാൻ പോയി പഠിക്കുന്നു. അയ്യോ, അപ്പോൾ ഇനി കുളിച്ചിട്ട് കാണാം ഗൈസ്. ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നു. ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി 9:15, 9:15. അപ്പം ഇങ്ങനെ പോയിരുന്ന് പഠിക്കണം. പഠിച്ചിട്ട് മിക്കവാറും കിടന്നുറങ്ങായിരിക്കും. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടിരുന്ന് പഠിക്കും. കോഫി ഉണ്ടാക്കും. ഐ ഷെയർ മൈ കോഫി റെസിപ്പി. ഇറ്റ്സ് ടു മച്ച് ഷുഗർ ഇൻ ഇറ്റ്, പക്ഷേ നൈസാണ്. ലൈക്ക് കോഫി അടിപൊളിയാണ് കുടിക്കാൻ, പക്ഷേ ഇറ്റ്സ് അൺഹെൽത്തി അറ്റ് ദ സെയിം ടൈം. സോ ലൈക്ക് ടേസ്റ്റ് വേണ്ടി ട്രൈ ചെയ്യാം, പക്ഷേ ഒരിക്കലും ഡെയിലി കുടിക്കരുത്. ഞങ്ങൾ ഡെയിലി കുടിക്കാറില്ല, നല്ലോണം പഞ്ചസാര ഇട്ടുന്നുണ്ട്. സോ ലൈക്ക് ഇറ്റ്സ് ബാഡ് ഫോർ യു. സോ ഇനി ലൈക്ക് ഇറ്റ്സ് സ്റ്റഡി ഹവർ ഹിയർ. വി ആർ നോട്ട് അലൗഡ് ടു യൂസ് അവർ ഫോൺസ് റൈറ്റ് നൗ unless or until it's of educational use. അപ്പോൾ വി നോട്ട് അലൗഡ് ടു യൂസ് റൈറ്റ് നൗ. ലൈക്ക് കോൾ ആക്കാനോ റീൽസ് കാണാനോ. പക്ഷേ ഞങ്ങൾ തട്ടിമുട്ടി വിളിപ്പിച്ചൊക്കെ ഉപയോഗിക്കാറുണ്ട്, ബട്ട് സ്റ്റിൽ വി നോട്ട് അലൗഡ് ടു യൂസ് ഇറ്റ്. സോ ഇനി ബാക്കി പിന്നെ കാണിച്ചു തരാം. സോ ഇപ്പോൾ വീണ്ടും സ്റ്റഡി ഹവറായി. സോ ഞാനും എൻ്റെ റൂംമേറ്റും വരാന്തയിൽ വന്നിരുന്നു. ടെറസിങ് ഔട്ട് ഹിയർ. അപ്പം ഞങ്ങൾ അവിടെ വന്നിരുന്നു, പഠിച്ചു. 12 seconds later. നൈസ്. അപ്പോൾ ഞങ്ങളിപ്പോൾ കോഫി ഉണ്ടാക്കാൻ അടിയിൽ പോയി വെള്ളം എടുക്കുമായിരുന്നു. വെള്ളം എടുക്കുന്നത് കാണിക്കാൻ മറന്നുപോയി. സോ ഇപ്പോൾ ദിസ് ഇസ് കെറ്റിൽ വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം എടുത്തിട്ട് ഇനി കോഫി ഉണ്ടാക്കാൻ പോവാം. ഹായ് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ വെള്ളം കൊടുത്തിരുന്നു, ഈ കോഫി ഉണ്ടാക്കാൻ പോകണം. ആക്ച്വലി ഞാൻ ദിസ് ഇസ് എൻ്റെ ഗ്ലാസ് ബോട്ടിൽ, ഇതാണ് കുളിക്കണ ബോട്ടിൽ. സോ ഇതിൻ്റെ ബോട്ടിൽ കുറച്ച് ചൂടുവെള്ളം, പാൽപ്പൊടി, ദാറ്റ്സ് ഓൺലി തിങ് യു നീഡ്. സോ ഈ ബോട്ടിൽ ഞങ്ങൾ 3 പാക്കറ്റ് കോഫി പൗഡർ ഇടും, കാരണം ഞങ്ങൾ 3 ആളുണ്ട്. മീന, ആയിദ ആൻഡ് എയിൻ മറിയ. അതൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും, പക്ഷേ കുട്ടിക്ക് കാപ്പി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ 3 പാക്കറ്റ് കാപ്പി പൊടി ഇതിലേക്ക് ബ്രൂ ഇൻസ്റ്റൻറ്റ് ഇത് നമ്മളിടും. യെസ്. സോ ഇത് കഴിഞ്ഞിട്ട് വി ആഡ് പഞ്ചസാര ടു ദിസ്. അപ്രോക്സിമേറ്റ്ലി 3-4 സ്പൂൺസ് ഇടേണ്ടി വരും, ബിക്കോസ് 3-4 ആൾ കുടിക്കുന്നുണ്ടല്ലോ. സോ ലൈക്ക് 3-4 സ്പൂൺ നിങ്ങൾക്ക് അളവിനനുസരിച്ച് പഞ്ചസാര ഇടുക. ചൂടുവെള്ളം ഒഴിക്കുക, കുലുക്കുക. ഇതാണ് മെയിൻ. പിന്നെ പ്ലാസ്റ്റിക് കുപ്പിയിലിട്ട് കുലുക്കാണ്ട് ഒഴിക്കാൻ നോക്കുക, ബിക്കോസ് പ്ലാസ്റ്റിക് കുപ്പി ഉരുകും. ബിക്കോസ് യു ആർ പോറിങ് തളച്ച വെള്ളം. ഞാൻ ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. പിന്നെ ഗ്ലാസ് കുപ്പി എടുക്കാൻ നോക്കുക. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ, സിമ്പിൾ. സോ ഗൈസ്, ഇതിപ്പോൾ ഒരു പെയിൽ യെല്ലോ ഷെയ്ഡ് ക്രീം പോലെ വന്നിട്ടുണ്ടാവും. ദിസ് ഈസ് ദ കൺസിസ്റ്റൻസി യു വാണ്ട്. ഒരു ബ്രൗൺ യെല്ലോ ഷെയ്ഡ്. ഇതാകുമ്പോൾ നമ്മൾ കുലുക്കൽ നിർത്തണമല്ല, അത് ക്രീമായി. ഇനി ഈ സംഭവം വെച്ചിട്ട് കപ്പിൽ പാൽപ്പൊടിയും വെള്ളം ഒഴിച്ചിട്ട് പാലും വെള്ളം സംഭവം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ ആ കപ്പിലോട്ട് നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ടടാ, വി ഗെറ്റ് ദ ക്രീമിയസ്റ്റ് കോഫി എവർ. കാണിച്ചു തരാം. എൻ്റെ മറിയ ഇന്നലെ വ്ലോഗ് തുടങ്ങിയാണ്, ഒരു ഉറക്കം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അങ്ങനെ എൻ്റെ കുട്ടി ഉറങ്ങി ഇവിടെ വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട്.
ഗൈസ് നമ്മൾ എല്ലാത്തിനും പാൽപ്പൊടി ഇട്ട് കുറച്ച് ചൂടോടൊട്ടും ഇളക്കി നമ്മൾ പാൽപ്പൊടി ഡൈലൂട്ട് ചെയ്തു. അവിടെ എടുത്തി അപ്പുറത്ത് നിന്ന് പാൽപ്പൊടി ഡൈലൂട്ട് ചെയ്ത് തിന്നുന്നുണ്ട്. കാണിച്ച നല്ല കുട്ടിയുടെ ബർത്ത്ഡേ ഇല്ലാണ്ടായി പോകുന്നതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അതെ, ഒന്നും തിന്നാൻ ചെയ്യില്ല. ഇനി നമ്മളിതിലേക്ക് കോഫിയുടെ ക്രീം സംഭവം ആഡ് ചെയ്ത് കൊടുക്കുന്നു. കുലുക്കിയില്ലോ? ഒരു ടണി കുലുക്കി. മൊത്തം കുഴിഞ്ഞിട്ട് ട്രൂ ബട്ട് ഷീ വെന്റ് ടു സ്ലീപ്പ്. അതെ, ഡെക്കറേഷനായിട്ട് മൂടിലാണ് മറ്റേ കഴിഞ്ഞ വീഡിയോ പുറത്തിറങ്ങുമ്പോ സിസ്റ്റർ കോളേജിലേറ്ററായിട്ടൊരു വരവ് വരും. നമുക്ക് നമ്മൾ സെം കഴിഞ്ഞ് പോകണ്ടാവും. ഞങ്ങൾ ആ സെമ്മിൻ്റെ എണ്ണ സിസ്റ്ററെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമ്മളെ കോഫി റെഡി ആയി ഗൈസ്. ഇത്ര ഉള്ളൂ ഗൈസ്, സിമ്പിൾ, പവർഫുൾ. ഓക്കെ ഗൈസ്, നമ്മുടെ എയിം മറേജ് ആണെങ്കിൽ നമ്മളെ കോഫി ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ഥിരം ടേസ്റ്റസ് നടക്കുന്നതാണ്, എന്നാലും എനിക്ക് വീണ്ടും മനസ്സിലാവും. എങ്ങനെയുണ്ട്? എനിക്ക് സന്തോഷം. ഞാൻ കുടിച്ചിട്ട് ബാക്കി പറയാം. സെറ്റാണ്. ഭാഗം കുറച്ച് കൂടുതലിട്ടിട്ടുണ്ട്. പറഞ്ഞ കുടിച്ചു കഴിഞ്ഞാൽ ഏതോർക്കം പറഞ്ഞ മനുഷ്യന്റെ ഉറക്കം പോകുന്നതാണ് ഞങ്ങൾ ഇതുവരെയുള്ള ഒരു കണ്ടുപിടിക്കൽ. അതിനകത്ത് ഒന്നും പ്രത്യേകിച്ച് നമുക്ക് പ്രത്യേകിച്ച് ആഡ് ചെയ്യണമൊന്നുമില്ല. പക്ഷെ കുടിച്ചു കഴിഞ്ഞാൽ സാധനം നമ്മൾ കുറെ നേരത്തെ ഉറക്കണ്ടായി. നാളെ രാവിലെ ഉറങ്ങി മറി ഉറങ്ങണ്ടാവില്ല. അയ്യോ, അപ്പുറത്തിന് ആയിരുന്ന് ചായ കുടിക്കുന്നുണ്ട്. നാഹിയുടെ കാലാണ്. പക്ഷെ കുട്ടി മോൻ കാണിക്കില്ല. രാവിലെ കുട്ടി നാളെ രാവിലെ മോൻ കാണിക്കും. ഇല്ല, നാളെ രാവിലെ കുട്ടി മോൻ കാണിക്കില്ല. അതിന്റെ പറയാൻ എനിക്ക് ഇന്നത്തെ ഡേ തീരുന്നെങ്കിൽ തോന്നുന്നില്ല ഗൈസ്. കാരണം നാളെ എക്സാം ഉണ്ട്, അപ്പൊ പഠിപ്പായിരിക്കും. പക്ഷെ അതുകൊണ്ട് തന്നെ 12 മണിയാകുമ്പോൾ ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് തീരും. ആ ഷൂട്ട് തീർക്കും ഞാൻ. ഇനി ഉറങ്ങണത് കാണണം എന്ന് പറഞ്ഞ ആരും വരരുത്. അതെ, ഉറക്കമില്ലാത്ത രാത്രിയാണ്. ഉറങ്ങണത് ഷൂട്ടിന് ഇൻമറി കുട്ടി വരില്ല. അതുകൊണ്ട് ഐ ഗസ് ദിസ് ഇസ് സൈൻ ഓഫ്. സോ താങ്ക്സ് ടു എയിമോൾ ഫോർ ഷൂട്ടിങ് എവറിത്തിങ്, എസ്പെഷ്യലി രാവിലെ എണീറ്റത്. എയിമോൾ ഇല്ലായിരുന്നെങ്കിൽ ഈ വ്ളോഗ് ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ യാ, താങ്ക്സ് ടു എയിമോൾ ആൻഡ് താങ്ക്സ് ടു നാഹിമോൾ. ഇവിടെ നാഹിമോൾ കാലിൽ കളിക്കാരി. അപ്പോൾ താങ്ക്സ് ടു എവരിബഡി. യാ, പിന്നെ ഹോസ്റ്റലിൽ ചീത്തൊന്നും കേട്ടിട്ടില്ല ഇതുവരെ ഷൂട്ട് ചെയ്തതിന്. ഭാഗ്യം. ഇനി ഞാൻ ഹോസ്റ്റലിലെ നല്ല കുട്ടിയാണ്, അതുകൊണ്ട് പിന്നെ ആരൊന്നും പറയണില്ല. ഈ വീഡിയോ പുറത്തിറങ്ങിയിട്ട് സിസ്റ്റർ വരാമെന്നറിയില്ല. ഞാൻ ഇവിടെ റൂമിൽ കയറി എനിക്ക് അപ്പോളജി അറിയാൻ. അതെ, അപ്പോളജി ഉണ്ട്. വേറെ റൂമിൽ കയറി അപ്പോളജി. പക്ഷെ ഇത് കോഫി ആയതുകൊണ്ട് ഞാൻ വെറുതെ കയറ്റിയതാണ്. ഞങ്ങളിങ്ങനെ ഒന്നും ചെയ്യില്ല. അതെ, എവിടെയെങ്കിലും ഇരുന്ന് സിസ്റ്റർ കാണുകയാണെങ്കിൽ സിസ്റ്ററെ ഞാൻ കോഫി കുടിക്കാൻ വേണ്ടി മാത്രം കയറിയതാ. അതെ, പേടിപ്പിക്കരുത്. അപ്പോളജി ഇതിന്റെ ദിവസത്തെ പോലും അറിയില്ല. സോ പ്ലീസ്. സോ യാ, ദാറ്റ്സ് ഓൾ. സോ yeah, this is me, F. Tebina, and Maria signing off with Nahida Nasser. Ta-da!